ഞങ്ങൾ അക്രമകാരികളല്ല. ഞങ്ങൾ ആരെയും കൊലപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആരെയും തേജോവധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, പിറന്ന മണ്ണിൽ ജീവിക്കണം. അതിനുവേണ്ടിയുള്ള ധാർമ്മികമായ സമരമാണ്. ചുറ്റുമുള്ളവർ പാവപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ മനുഷ്യ സ്നേഹികളാണ്. ഞാൻ പോയാലും അവർ നിങ്ങളെ സ്നേഹിക്കും. ഒന്നുപോലെ നോക്കുമെന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞ മണിലാലേട്ടൻ മരിച്ച് മുകളിൽ പെയ്തിറക്കുകയാണ്. ഈ മണ്ണിൽ വെച്ച് പറയുകയാണ്. ഇന്ന് ആ മണിലാലേട്ടൻ പറഞ്ഞ വാക്ക് തെറ്റിയിരിക്കുകയാണ്. ഈ ആൻഡ്രിക് ഗോമിക് എന്ന് പറയുന്ന ഈ മനുഷ്യണ്ടല്ലോ, ഈ ഗുണ്ടാ പോലീസ് അത്രമാത്രം വൃത്തികെട്ടവരാണ്. നിങ്ങളുടെ കയ്യിലിരിപ്പ് വൃത്തികെട്ടവരാണ്. പോലീസ് എനിക്ക് അപമാനകരമാണ്. എത്രയും പെട്ടെന്ന് ഇന്നെങ്കിൽ ഇന്ന്, നാളെങ്കിൽ നാളെ ഈ പറഞ്ഞ കള്ളപ്പരീക്ഷകളെ സർവീസിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഈ പെരുമഴയായി പെയ്താലും ഈ കാറ്റ് ആഞ്ഞടിച്ചാലും ഈ സമരം അവസാനിക്കില്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. നീതിപൂർവമായ ഒരു ഇടപെടൽ വന്നിരിക്കുന്നു എന്ന തോന്നലുളവായിരിക്കുന്നു. കേരള പോലീസിൽ നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എൻ്റെ ചങ്ങാതിയായിട്ടുള്ള അതിരപ്പള്ളി ഊരുകളെ ആദിവാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, കാട്ടിലെ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവർക്ക് മുന്നിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി നീതിക്ക് വേണ്ടി പോരാടുന്ന റൂബുലാൽ എന്ന് പറയുന്ന മനുഷ്യസ്നേഹി ഇന്ന് ജയിലിൽ കിടക്കുമ്പോൾ ആ മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന CIക്കെതിരെ നടപടി വന്നിരിക്കുന്നു എന്നൊരു വാർത്തയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. നീതിപൂർവമായൊരു ഇടപെടൽ ഇത്രയും നാളുകൾക്ക് ശേഷം കേരള പോലീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന സംഭവം ഇതിലെ ഓർഡർ വായിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. റിപ്പോർട്ടും അനുബന്ധ രേഖകളും പരിശോധിച്ചപ്പോൾ പ്രഥമ ദൃഷ്ട്യ വ്യക്തമാകുന്നത് ശ്രീ അതിരപ്പള്ളി PSലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ആൻഡ്രിക് ഗ്രോമിക് പോലീസ് ഇൻസ്പെക്ടർ സെക്ഷൻ 41 CRPC പ്രകാരം നോട്ടീസ് നൽകിയില്ല എന്ന പ്രാഥമിക ആരോപണത്തിന് പുറമെ പ്രതിയുടെ മൊബൈൽ ഫോൺ വീണ്ടെടുക്കാനാകാത്ത നാശനഷ്ടം വരുത്തി, ഗുരുതരമായി ഡ്യൂട്ടി വീഴ്ച വരുത്തി, പ്രതികളോട് ലോക്കപ്പിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അത്യാവശ്യം വസ്ത്രം ധരിക്കാൻ അനുവദിക്കാതെയുള്ള ഔദ്യോഗിക കൃത്യവിലോപം, പ്രതിയെ അകാലത്തിൽ അറസ്റ്റ് ചെയ്ത് പോലീസിനോടുള്ള പ്രൊഫഷണലായ സമീപനം, മുൻപറഞ്ഞ പ്രവൃത്തികളിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ പ്രതിച്ഛായയും കളങ്കപ്പെടുത്തുന്നു ആൻഡ്രിക് ഗ്രോമിക്. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിരപ്പള്ളി PSലെ CR നമ്പർ 128/2024 UBRS 341 323 294 B 506 353 IPCയിൽ ആരോപിക്കപ്പെടുന്ന പ്രതിയുടെ മൊബൈൽ ഫോൺ ISHO നശിപ്പിച്ചതായി പ്രാഥമിക റിപ്പോർട്ട്. ശ്രീ ആൻഡ്രിക് ഗ്രോമിക് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അതിരപ്പള്ളി PS തൃശൂർ റൂറൽ KPDIP ആൻഡ് എ റൂളിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ സസ്പെൻഷനിലാണ്. മനസ്സിലായിട്ടുണ്ട്? അതിക്രൂരമായ തരത്തിൽ മനുഷ്യത്വരഹിതമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടണം. ഇദ്ദേഹം എങ്ങനെയാണ് ഈ റൂബൻലാലിനെ, സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി ഒരു വീട്ടിലേക്ക് ഓടിക്കയറി വന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പോകുന്ന വഴിക്ക് അവൻ്റെ മൊബൈൽ ഫോൺ തല്ലിപ്പൊളിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സാമാന്യമായിട്ടുള്ള സ്ഥിരബോധത്തോടു കൂടിയാണ് പ്രവർത്തിച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ചാലക്കുടി DYSP ആയിട്ടുള്ള R അശോകൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആരുടെ പ്രേരണ മൂലമാണ് ആ റിപ്പോർട്ട്? അത് എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. എന്തായിരുന്നാലും സേതുരാമൻ എന്ന് പറയുന്ന നോർത്ത് സോൺ IGയെ അഭിനന്ദിക്കുന്നു. സേതുരാമൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഈ CBI ഡയറി കുറിപ്പിലെ സേതുരാമയ്യരാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും ഉണ്ടായി ഇതിൽ ഇടപെടാൻ. ഇതിനൊക്കെ കാരണം ആരാണ്? തീർച്ചയായിട്ടും നമിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ വിഷയത്തിൽ കൂടെ നിന്നതിന്, എല്ലാ കാര്യങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തിയ 24 എന്ന് പറയുന്ന മാധ്യമത്തിലെ ചീഫ് റിപ്പോർട്ടർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, നമിക്കുന്നു. ശ്രീകാന്ത് എന്ന് പറയുന്ന കൊച്ചിയിലെ റിപ്പോർട്ടറെ, ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ റിപ്പോർട്ടറായ 24ന്റെ സൂരജ് സജ്ജിയെ, അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഓർക്കുകയാണ്. അവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. 24 മാധ്യമം ഈ വിഷയത്തിലെടുത്തുള്ള സത്വരമായ ഇടപെടലാണ്. ഈ വിഷയത്തിൽ തുടക്കം മുതലേ 24 ചാനലിൽ എടുത്തിട്ടുള്ള നടപടികളാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ വരാൻ കാരണമായത്. മുഖ്യമന്ത്രിക്ക് ശ്രീകണ്ഠൻ നായർ സാർ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുതൽ അന്വേഷണത്തിന് വഴിതിരിക്കുകയും ഇതിൽ ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന ക്രൂരനായി പോലീസുകാരൻ നടത്തിയ ഇടപെടലുകളെ പറ്റി അന്വേഷിക്കാനും ഇത്തരത്തിലുള്ളൊരു നടപടി വരാനും കാരണമായത് 24 ചാനലിലെ മാധ്യമപ്രവർത്തകരും ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള ആ വലിയ മനുഷ്യന്റെ ഇടപെടലുമാണെന്ന് ഈ നിമിഷം ഓർക്കുകയാണ്. മറ്റൊരു ഓർഡർ കൂടി ഞാൻ നിങ്ങളെ വായിക്കുകയാണ്. അത് അതിനേക്കാളും അത്ഭുതം കൂറുന്ന സംഭവമാണ്. ക്രമനമ്പറിലെ കേസിന്റെ അന്വേഷണം അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ 128/2024 UBRS 341 323 294 B 506 353 IPS
CR നമ്പർ 129/2024, UBRS 323 506 IPC എന്നിവ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. ജില്ലാ ക്രൈം ബ്രാഞ്ച് തൃശൂർ റൂറൽ ഉടൻ പ്രാബല്യത്തിൽ വരും. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിരപ്പള്ളി PS ഇൻസ്പെക്ടർ CD ഫയൽ കൈമാറുകയും തൃശൂർ റൂറൽ DCP അന്വേഷണം ഏറ്റെടുക്കുകയും കൂടുതൽ കാലതാമസം കൂടാതെ ഫലപ്രദമായ അന്വേഷണം നടത്തി അനുസൃതമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിരപ്പള്ളി PS-ലെ CR നമ്പർ 81/2021 CC 241/2022, UBRS 353 332 RW 34 IPC പ്രകാരമുള്ള കേസ് പുനരാരംഭിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ തൃശൂർ റൂറൽ DYSP DCP-നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കയ്യടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കള്ളക്കേസായിരുന്നു എന്ന് കൊടുത്തത്, കള്ളക്കേസ്. ഈ കേസ് വന്നതിന് ശേഷം 24 ചാനൽ നടത്തിയ ഇടപെടലാണ് ഇങ്ങനെയുള്ള ഉത്തരവുകൾ വരാനായിട്ട് കാരണമായത്. എന്താണ് ഈ റൂബിൻലാൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത്? ഈ റൂബിൻലാലിനോട് പക തോന്നാനുള്ള കാരണം എന്താ? ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല. പലപ്പോഴും ഞാൻ ഇപ്പോഴും പട്ടണത്തിന്റെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും ഒരു ഫോട്ടോ എടുത്തതിനാണോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്, ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും വിഷയം അറിയില്ല. റൂബിൻലാൽ പേടി സ്വപ്നമായിരുന്നു അതിരപ്പള്ളിയിൽ. ആർക്കൊക്കെ? ഈ പറയുന്ന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ പോലീസ് സംവിധാനങ്ങൾക്ക്. നിങ്ങൾക്കറിയാം അവിടെ ഒരു വനസംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് ഫോറസ്റ്റും നാട്ടുകാരും കൂടി സംയുക്തമായിട്ട് കൊണ്ടുപോകുന്ന സംഭവമാണ്. അത് മുഴുവൻ കൈയടക്കാൻ വേണ്ടി ഈ പറയുന്ന വനം വകുപ്പ് ശ്രമിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് 2021 ഡിസംബർ 1 നടന്ന VSS എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി റൂബിൻലാലും സുഹൃത്തുക്കളും തർക്കിക്കുകയുണ്ടായി. ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള റേഞ്ച് ഓഫീസറുടെയും മറ്റുദ്യോഗസ്ഥരുടെയും നടപടിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ഇവർ ചെയ്തത്. 100 തൊഴിൽ ദിനങ്ങളില്ലാത്തവർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ യോഗ്യരല്ലെന്നും ഹാളിന് വെളിയിൽ പോകണമെന്നും റേഞ്ചർ ഓഫീസർ പറഞ്ഞു. തങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണെന്ന് സമിതി അംഗങ്ങളെ അറിയിക്കാൻ മൈക്കിന് മുന്നിലേക്ക് ചെന്ന റൂബിൻലാലിനെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് റേഞ്ചർ ഓഫീസർ ഡെൽറ്റോ മറോക്കി വലിച്ചു നീക്കുകയും സംസാരിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുകയുമാണ് ചെയ്തത്. പക്ഷേ പിന്നീട് റേഞ്ചർ ഓഫീസർ റൂബിൻലാൽ തങ്ങളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും വിരൽ പിടിച്ചൊടിക്കാൻ ശ്രമിച്ചുവെന്നും കാണിച്ച് പോലീസിൽ പരാതി നൽകി. അതിരപ്പള്ളി പോലീസ് അയാൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയാണ് ഉണ്ടായത്. അന്നുണ്ടായിരുന്ന ആ കേസിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ റൂബിൻലാലിനെതിരെ പുതിയ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഹാബിച്വൽ ഒഫൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതെടുത്തു വെക്കും, ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അന്നത്തെ ആ പഴയ കേസ് വീണ്ടും പുനരന്വേഷണം നടത്താനും കൂടി ഉത്തരവായിരിക്കുന്ന ഒരു കാര്യം കൂടി ഇന്ന് ചാനലിലൂടെ അറിയാൻ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റൂബിൻലാൽ ഹർജികൾ കൊടുത്തിട്ടുണ്ട്. ഈ അതിരപ്പള്ളി കാടുകളിൽ നടന്നിട്ടുള്ള വെട്ടിപ്പിനെതിരെ, വനം കൊള്ളയ്ക്കെതിരെ, ആദിവാസി വിഭാഗങ്ങൾക്കും നാടിനും വേണ്ടി ചെലവഴിക്കേണ്ട തുകകൾ ധൂർത്ത് ചെയ്തതിനെതിരെ അതിനൊക്കെ കൃത്യമായി തന്നെ ഹർജികളിലൂടെ റൂബിൻലാൽ പോരാടിയിട്ടുണ്ട്. അതിൽ പല സംഭവങ്ങളും ഇന്ന് അന്വേഷണത്തിലാണ്. ആ അന്വേഷണത്തിൽ പ്രതികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളും റൂബിൻലാലിനോട് പ്രതികാരമുണ്ട്, പകയുണ്ട്. എന്താണ് ഈ വനസംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ? VSS എന്ന ഒരു ചുരുക്കപ്പേരിലാണ് ഇതറിയപ്പെടുന്നത്. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വാഴച്ചാൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി FDA എന്ന പേരിൽ ആദിവാസി പങ്കാളിത്തത്തോടു കൂടിയ വനസംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് വാഴച്ചാൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി എന്ന സ്ഥാപനം. ഇതുപ്രകാരം വാഴച്ചാൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയിൽ വനസംരക്ഷണ സമിതികളുള്ളതാണ്. ഇപ്രകാരം ഓരോ വനസംരക്ഷണ സമിതികളും അവരുടെ കീഴിൽ വരുന്ന വനത്തിൽ ആദിവാസി കോളനികളിൽ വേണ്ടിവരുന്ന പണികൾ, വനസംരക്ഷണം തുടങ്ങിയ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്രകാരമുള്ള വനസംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിൽ ഒരംഗത്തെ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓരോ പണികൾ നടത്തുന്നതിന് മേസ്ത്രിയായി നിയമിക്കേണ്ടതാണ്. ചെയ്യാനുള്ള പ്രതിഫലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. ജോലിക്കാർക്കുള്ള പ്രതിഫലം മേസ്ത്രിയുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേരിട്ട് വിതരണം ചെയ്യുന്നു. പണികൾ പരിശോധനാ കമ്മിറ്റി പരിശോധിച്ച് ആയതിന്റെ അളവ്, ഗുണനിലവാരം എന്നിവ വിലയിരുത്തേണ്ടതാണ്. മേസ്ത്രിയുടെ മേൽനോട്ടത്തിലാണ് എല്ലാവിധ പണികളും നടത്തേണ്ടത്. ജോലിക്കാരുടെ വിശദ വിവരങ്ങളും അവർക്ക് ലഭിക്കേണ്ട കൂലി എന്നിവയെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ജോലിക്കാർക്കുള്ള വേതനവും മറ്റു സമിതിയുടെ പാസ്ബുക്ക് മുഖാന്തരം വിതരണം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്രകാരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഓരോ സമിതിയിലെ VSS അംഗത്തിന് ജോലികൾ ലഭിക്കുന്നതും ഇതുമൂലം അവർക്ക് വരുമാനം ഉണ്ടാവുകയും സമിതിക്ക് ഇതിൽ നിന്നും കുറച്ചു തുക സമിതിയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ചെലവഴിക്കുന്ന സംഖ്യയ്ക്ക് GST, ഇൻകം ടാക്സ് മുതലായവ ഇല്ലാത്തതുമാണ്. ഇപ്രകാരം വനസംരക്ഷണ സമിതി എങ്ങനെ പ്രവർത്തനം നടത്തണം എന്നുള്ളതിനുള്ള മാർഗരേഖയുണ്ട്. എന്നാൽ ഈ നിയമാവലികളെല്ലാം, ഈ മാർഗരേഖകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജോലികൾ പുറം കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം നിയമപ്രകാരം പണികൾ നടത്തേണ്ടതായ വനസംരക്ഷണ സമിതികൾ നോക്കുകുത്തികളായി മാറിയിട്ടുള്ളതാണ്. ഇപ്രകാരമുള്ള കാര്യങ്ങൾക്കെതിരെയാണ്
റൂബിൻലാൽ ശബ്ദമുയർത്തുന്നത്. അതുപോലെ തന്നെ അതിരപ്പള്ളി മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള പല നിർമ്മിതികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലും ഒക്കെ തന്നെ വന്നിട്ടുള്ള അഴിമതികളെക്കുറിച്ച് റൂബിൻലാൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇതും കൂടാതെ സർക്കാർ തോട്ടങ്ങളിൽ അടച്ചുമുറി, ഫൈനൽ ഫാലൻ, ഇട്ടമുറി, തിന്നിങ് എന്നിവയിൽ വ്യാപകമായി കൃത്രിമം കാണിച്ച് തടികൾ പുറത്തേക്ക് കടത്തി തടിമില്ലുകാർക്ക് വിറ്റും പണാപഹരണം നടത്തിവരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. തേക്ക്, ഈട്ടി മുതലായ വിലപിടിപ്പുള്ള മരങ്ങൾ ചെറുകഷ്ണങ്ങളായി മുറിച്ച് അത് വിറകെന്ന പേരിൽ കടത്തുകയും ചെയ്തു വരുന്നതായി റൂബിൻലാൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. സ്വന്തക്കാരായ കോൺട്രാക്ടർമാർക്ക് വേണ്ടി ലേലത്തിൽ 18% GST ഒഴിവാക്കി വിലപിടിപ്പുള്ള തടിക്കഷ്ണങ്ങൾ വിറകെന്ന പേരിൽ വിറ്റ് സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? ഇങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ രീതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് റൂബിൻലാൽ അതിനെതിരെ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലകളിൽ നിന്നും മറ്റും മഴക്കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിന്റെ ഭാഗമായി ചെയ്തു വരുന്ന ഗള്ളി പ്ലഗിംഗ് നീർച്ചാലുകൾ എല്ലാ വർഷവും മോടി പിടിപ്പിച്ച് നടത്തുന്ന കാര്യത്തിലും വൻ അഴിമതി വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിച്ച് റൂബിൻലാൽ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി തന്നെ പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് പക റൂബിൻലാലിനോട് ഈ പറയുന്ന ഫോറസ്റ്റ് സംവിധാനങ്ങൾക്കും പോലീസിനും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നീതിപൂർവമായിട്ടുള്ള ഒരു ഇടപെടലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായി കിടക്കുന്ന സമയത്തും പാവം റൂബിൻലാൽ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുകയാണ് ഇരിഞ്ഞാലക്കുട സബ് ജയിലിൽ എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റൂബിൻലാലിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി ചാലക്കുടിയിലെയും തൃശൂർ ജില്ലയിലെയും പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ തന്നെ ധാരാളം മനുഷ്യസ്നേഹികളും പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹിക സംഘടനയിലെ ഭാരവാഹികൾ ഉൾപ്പെടുന്നവർ ചേർന്ന് റൂബിൻലാലിന്റെ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങി. DYSP ഓഫീസ് മാർച്ച്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്, DFIയുടെ ഓഫീസിലേക്ക് മാർച്ച്. ഈ വിഷയം തീർച്ചയായിട്ടും പൊതുമണ്ഡലത്തിൽ തന്നെ സജീവമാക്കി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. റൂബിൻലാലിന്റെ നീതിക്ക് വേണ്ടി നടക്കുന്ന ഓരോ സമരങ്ങളിലും ഞാൻ കണ്ട ഏറ്റവും വലിയ ഹൃദയാർദ്രമായ കാഴ്ച എന്ന് പറയുന്നത് ആദിവാസി ഊരുകളിൽ നിന്നും പാവപ്പെട്ട സാധാരണക്കാരായ മൂപ്പന്മാർ ഉൾപ്പെടെ അവിടെ നിന്ന് ഒരുപാട് പേര് റൂബിന് വേണ്ടി മാറത്തടിച്ചുകൊണ്ട്, അതിൽ ചില വീട്ടമ്മമാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഈ മഴക്കാലത്ത് ഞങ്ങൾക്ക് വീടൊരുക്കി തന്ന റൂബിൻലാലാണ്, റൂബിൻലാലിനെ പിടിച്ചുകൊണ്ടുപോയത് ശരിയല്ല, അവനെ പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിക്കുന്ന വീട്ടമ്മമാർ വരെ ഈ സമരത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാഴ്ചയായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ഈ സേനയിലുണ്ട് എന്നുള്ള വിശ്വാസമാണ് എന്നെ പോലെയുള്ളവർക്കുള്ളത്. മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താണ്. ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി, അല്ല അങ്ങനെയല്ലേ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു മരണമുണ്ടായി, മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വരും അനുശോചനം രേഖപ്പെടുത്താനും ആശ്വസിപ്പിക്കാനൊക്കെ വരും. ഇതുപോലെ തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള റൂബിൻലാൽ, അതിരപ്പള്ളിയിലെ 24 റിപ്പോർട്ടറായ റൂബിൻലാൽ ഇതുപോലൊരു വിഷയമുണ്ടായിട്ട് കുറച്ച് പത്രപ്രവർത്തകരെല്ലാം ചേർന്ന് DFO ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. വളരെ നല്ല കാര്യം. പക്ഷേ സ്വന്തം മീഡിയ പേജിൽ ഇത്രയും വിഷയമുണ്ടായിട്ട് 2 വരി പോലും എഴുതാത്ത മാധ്യമ പ്രവർത്തകർ ഈ ചാലക്കുടിയിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിക്കുന്ന വിഷയങ്ങളും കൈകാര്യം ചെയ്യണം. പരസ്യങ്ങളാവാം, അത് ജീവനോപാധിയാണ്, അതെടുത്തോ. പക്ഷേ സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു 2 വരി അത് ആനയെ സംബന്ധിക്കുന്നു, മയിലിനെ സംബന്ധിച്ചു, ഒട്ടകത്തെ സംബന്ധിക്കുന്നതായ കാര്യങ്ങൾ ഇട്ടോ. പക്ഷെ കൂട്ടത്തിൽ ഒരുവനൊരു സംഭവം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് 2 വരി എഴുതാൻ പറ്റാത്ത മാധ്യമങ്ങളും ഈ ചാലക്കുടിയിലുണ്ട് എന്നൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റൂബിൻലാലിന്റെ നീതിക്ക് വേണ്ടി പോരാടിയ എല്ലാ സംഘടനയിൽപ്പെട്ടുള്ളവരെയും ഭാരവാഹികളെയും മനുഷ്യസ്നേഹികളെയും ഓർക്കുകയാണ്. മനസ്സാക്ഷിയുള്ള ഒരു പോലീസുകാരനും ഇത് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു പോലീസുകാരനും. നമ്മളൊക്കെ എത്ര പോലീസുകാരെ കണ്ടിരിക്കുന്നു, എത്രയോ പോലീസുകാരോട് മാന്യമായി ഇടപെടുന്നു, എത്രയോ പോലീസുകാർ നമ്മളുമായിട്ടും ഇടപെടുന്നു. പക്ഷെ ഇതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ശരിയായ രീതിയിൽ റിപ്പോർട്ട് പോലും ചെയ്യാത്ത രീതിയിൽ നിൽക്കുന്ന ഈ പോലീസുകാരനും വേണ്ടി കുഴലൊത്ത് നടത്തിയ ഉദ്യോഗസ്ഥന്മാർ അവരിനിയെങ്കിലും സർവീസിലുണ്ടെങ്കിൽ കണ്ണ് തുറക്കണം. ഇതുപോലെ നിരപരാധികളെ ജയിലിലേക്ക് അയക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഇടപെടൽ നടത്തുന്നത് കിരാതമായ പഴയ കാലഘട്ടത്തിന്റെ രീതികൾ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വനമേഖലയുടെ സംരക്ഷകരായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, നിങ്ങൾ നിങ്ങളുടെ പണി ആദ്യം ചെയ്യണം. നിങ്ങളുടെ ഈ പറയുന്ന ഈ പരിധിക്കുള്ളിൽ ഒരു കാട്ടുപന്നിയോ മുള്ളംപന്നിയോ ഏത് കാട്ടുമൃഗങ്ങളോ പരിക്ക് പറ്റി കിടന്നാൽ അത് ചെയ്യുന്ന പ്രൊസീജിയറുകളുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. അത് ജാക്സനായാലും ജോസഫായാലും പൗലോസായാലും ലോനപ്പനായാലും കൃഷ്ണൻകുട്ടിയായാലും ആ വിഷയത്തിൽ ചെയ്യണം. അത് ചെയ്യാണ്ട് വന്നപ്പോഴാണ് റൂബിൻലാൽ അവിടെ ഇടപെട്ടത്. നിങ്ങൾ പറയുന്ന റോട്ടിൽ നിന്നുകൊണ്ടാണ് അവൻ വീഡിയോ എടുത്തത്, അല്ലാണ്ട് വനത്തിൽ കയറിയല്ല. അതുവരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഒരു പന്നിയുടെ വീഡിയോ എടുത്തതിന്റെ പേരിൽ ഒരു മന്ത്രി അന്വേഷണ ഉത്തരവ് ഇട്ടതിന്റെ
സാഹചര്യത്തിൽ കൂടിയും നിങ്ങൾ ഈ കളിച്ച നാണം കെട്ട പരിപാടി നിങ്ങളുടെ ഈ ഫോറസ്റ്റ് സംവിധാനത്തിന്റെ മാന്യതയ്ക്കും ശ്രേയസിനും കളങ്കം വരുത്തുന്നതെന്ന് മാത്രമാണ് പറയാനുള്ളത്. മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഇത്തരക്കാരെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടല്ല സ്വീകരിക്കേണ്ടത്. അതെങ്ങനെ 6 ബോട്ടുകൾ വാങ്ങിച്ചിട്ട് ആ 6 ബോട്ടുകളും വെള്ളത്തിൽ കടലാസ് ബോട്ടുകളായി മാറിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയ ആളുകളാണ് മുകളിൽ ഇരിക്കുന്നത്. ഇവരൊക്കെ തന്നെയാണ് വലിയ വലിയ പാർട്ടികളുടെ വലിയ വലിയ സംഘടനകളുടെ വലിയ വലിയ പരിപാടികളുടെ ചെയർമാനും മറ്റേ ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഈ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചിന്തിക്കണം, ഇതുപോലുള്ള കള്ളന്മാരെയും ഇതുപോലുള്ള ആളുകളെയും മൂട് താങ്ങി നിന്നാൽ ജനം കൃത്യമായി തന്നെ ബാലറ്റിലൂടെ മറുപടി നൽകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു മാധ്യമ പ്രവർത്തകന്, ഒരു റെപ്യൂട്ടഡ് ചാനലിന്റെ ഒരു പ്രാദേശിക റിപ്പോർട്ടർക്ക് ഇതാണ് ഗതിയെങ്കിൽ ഓരോ സാധാരണക്കാരനും ഈ പോലീസിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും എന്ത് നീതിയാണ് ലഭിക്കുക? ഇവിടെ റൂബൽ ലാലിനോടൊപ്പം 24 എന്ന ചാനലും ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന നല്ല മനുഷ്യനും കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അന്ന് രാത്രി പാതിരാത്രിക്ക് ഞാനും റൂബൽ ലാലിൻ്റെ സഹോദരനും കൂടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ജനം തിരിച്ചറിയേണ്ട സംഭവമാണ്. മൃദുഭാവേ ദൃഢകൃതേ എന്ന ആപ്തവാക്യമാണ് പോലീസ് നിങ്ങളുടെ മോട്ടോ. അത് നിങ്ങൾ മറന്നു കളിച്ചാൽ തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ജനം ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട റൂബൽ ലാൽ ജയിലിൽ കിടക്കുകയാണ്. അവൻ തിരിച്ചു വരും. ഇനിയും അതിരപ്പിള്ളിയുടെ ശബ്ദമായി മാറും. ഈ പറയുന്ന ആദിവാസി ഊരുകളിലെയും ഈ പറയുന്ന കാട്ടുവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവർക്ക് മുന്നിൽ നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപമായി റൂബൽ ലാൽ എന്നും നിലകൊള്ളുമെന്ന് മാത്രമാണ് പറയുന്നത്. അവന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു. മുഴുവൻ മനുഷ്യസ്നേഹികൾക്കും ഈ വിഷയത്തിൽ ഇടപെട്ട മുഴുവൻ സാമൂഹിക സംഘടന ഭാരവാഹികൾക്കും എല്ലാവർക്കും അഭിവാദനങ്ങൾ നേരുന്നു. പോലീസിൽ നിന്ന് നീതി ലഭിച്ചു എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇടപെടലായിട്ട് ഇതിനെ പറയുന്നു. സേതുരാമൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും അഭിവാദ്യങ്ങൾ. ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് പോലില്ലാതെ നമ്മുടെ പാറപ്പുറത്ത് മുങ്ങിയാണോന്ന് ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചത്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല. നമ്മൾ ആദിവാസികളെല്ലാവരും ഞങ്ങളുടെ കോളനിക്കാർ ഇരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ 24-ാം തീയതി തരാമെന്ന് പറഞ്ഞു. ആള് ഇതുവരെ എത്തിയില്ല. ഞങ്ങൾ വിചാരിച്ചു എന്തോ വെച്ചാൽ വരാത്തെന്നാണ് വിചാരിച്ചിരുന്നത്. കാണാറായില്ല. അതിൻ്റെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് വന്നപ്പോൾ മൊക്കപ്പാറ കയറി കടയിൻ്റെ അവിടെ. കടലിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു മുങ്ങിലാന്ന് പിടിച്ചുകൊണ്ട് പോയില്ല എന്ന്, ജയിലിലാക്കിയെന്ന്. പിന്നെ ഇന്നലെ നിമ്പർ വന്ന് നമുക്ക് എല്ലാ കാര്യം പറഞ്ഞത്. അത് കാരണം കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. വെട്ടമൊന്നുമില്ല. ന്യൂലാലിന് എത്രയും പെട്ടെന്ന് നമുക്ക് ഇറക്കി കിട്ടി അത്രയും നല്ലതാണ്. നാട്ടിലാകെ പ്രതിഷേധം. ഒരു 9 മണിയായപ്പോഴേക്കും വന്നു. അപ്പോൾ പിറ്റേ ദിവസം റൂമിൽ ആളെന്ന് പറഞ്ഞ് അമ്മ നേരത്തെ കിടക്കാമെന്നും പറഞ്ഞ് ഞാൻ പോയി കിടന്നു. അപ്പോൾ കിടാവും കിടന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ എൻ്റെ മൂത്ത മോനെ 1:30 നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആളില്ല. അതോടുകൂടി എനിക്ക് പിന്നെ എന്താണ് ഉണ്ടായെന്നൊരു ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ മൂത്ത മോൻ പറഞ്ഞ് അമ്മ വിഷമിക്കണ്ട, അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരുമെന്നും പറഞ്ഞൊരു വാക്ക് വന്നതിൽ ഞാൻ അങ്ങനെ സമാധാനപ്പെട്ടിരുന്നു. സ്റ്റേഷനിൽ എന്ത് പറ്റിയെന്നൊന്നും നിങ്ങളൊക്കെ പറഞ്ഞുള്ള അറിവുള്ളൂ. എനിക്ക് ഒരുപാട് മർദ്ദനമായിട്ടൊന്നും ഫോൺ തല്ലി പൊളിച്ച് കളഞ്ഞെന്നൊക്കെ പറയണ്ട. അതിന് മാത്രം എൻ്റെ മോനൊരു തെറ്റും ചെയ്തില്ല. 24 വരെ വാർത്ത എടുക്കാൻ വേണ്ടി പോയതാണ്. ഇതേപോലെ തന്നെ VSSൻ്റെ ഇലക്ഷന് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടമായില്ല VSSകാർക്ക്. എന്നിട്ട് ഇവനെ ഉപദ്രവിച്ചിട്ട് ഇവനൊന്നും പറഞ്ഞില്ല. എന്നോട് പോലും വന്ന് പറഞ്ഞില്ല ഇങ്ങനെ ഫോറസ്റ്റുകാർ ഉപദ്രവിച്ചു. അവർ പോയി കേസ് കൊടുത്തു ഇവനെ തല്ലി. എന്നിട്ട് പോലീസുകാരെന്നോട് അന്വേഷണത്തിന് വന്നു. റൂബി ചാലക്കുടിക്ക് അവനിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് അവൻ്റെ ആവശ്യമില്ലാണ്ട് അവൻ ഇവിടുത്തെ പൗരനല്ല, അവൻ്റെ അച്ഛനാണ് VSS ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറയാൻ ഞങ്ങളില്ല ഇവിടെ എന്ന് ചോദിക്കുന്നു പോലീസുകാർ. പിന്നെ അവരൊന്നും പറഞ്ഞില്ല, അവരങ്ങനെ പോയി. ആ കേസ് ഇപ്പോഴും നിലവിലെന്ന് പറയുന്നുണ്ട്. അവർ ഉപദ്രവിച്ചിട്ട് എൻ്റെ മോനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും.